ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരൻ അൻഫാസിന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ചികിത്സയ്ക്ക് 50 ലക്ഷം രൂപ ആവശ്യമായി വരും. ഈ ഒരു വലിയ സംഖ്യ സ്വരൂപിക്കാൻ അവർ കുടുംബത്തിന് സാധാരണ കുടുംബമായതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സ്വരൂപിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബവും നാട്ടുകാരും നാട്ടിലുള്ള മതരാഷ്ട്രീയ സാംസ്കാരിക എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഒരുമിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നെല്ലായ പഞ്ചായത്ത് 2-ാം വാർഡ് ഇടമനത്തോടി അൻവർ ഷെരീഫിന്റെ മകൻ അൻഫാസ് ക്യാൻസർ രോഗം ബാധിച്ച് 2 വർഷത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മജ്ജ മാറ്റിവെക്കലാണ് അടിയന്തരമായി ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്ക് 50 ലക്ഷത്തിന് മുകളിലായി വരും. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ ചികിത്സാ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുമുണ്ട്. തങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകി അൻഫാസിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്നും കമ്മിറ്റി അഭ്യർത്ഥിച്ചു. 2 വർഷത്തോളമായിട്ട് ഈ കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഈ വീട്ടുകാരുള്ള രൂപത്തിലുള്ള എല്ലാം അവര് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അവർക്ക് മുന്നോട്ട് ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള ചികിത്സയും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും ഇത്തരത്തിലേക്കല്ലാതെ വേറെ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നാട്ടിലെല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിലേക്ക് ഒരു ഫണ്ട് കണ്ടെത്താം എന്നൊരു തീരുമാനത്തിലെത്തിയതാണ്. ഒരുപാട് ആളുകൾ പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഇതിലേക്കുള്ള ഒരു ചികിത്സ, ഈ കുട്ടിയുടെ സഹോദരി ഏകദേശം 5 വയസ്സുള്ളൂ. ആ കുട്ടിയാണ് മജ്ജ കൊടുക്കാം എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു മുക്കം കുട്ടിയാറിലാണ് ഇപ്പോൾ കുട്ടിയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മളവിടെ അടച്ചു കഴിഞ്ഞു. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർ വിഷ്ണുരാജ്, കൺവീനർ MP അബ്ദുറഹ്മാൻ, ട്രഷറർ മുഹമ്മദ് അലി ഹാജി, രക്ഷാധികാരി കേട്ടിപ്പടി മഹല്ല് ഖത്തീബ് ഷൗക്കത്ത് അലി റഹീമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. CCN ചെർപ്പുളശ്ശേരി.